നീ. നീ എന്നുള്ളത് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് യു. ഇപ്പൊ നീ എന്നുള്ളതിനെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? നീ എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയുമ്പോൾ തു എന്നാണ് നമ്മൾ പറയേണ്ടത്. തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ. അപ്പോൾ തു എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടത്? താ ഊ ചിഹ്നം, തു. തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നർത്ഥം. തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ. അപ്പൊ ഹിന്ദിയിൽ നീ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? തു. അപ്പോൾ ഇംഗ്ലീഷിൽ യു എന്നുള്ളതിന് ഹിന്ദിയിൽ തു എന്ന് പറയാം. തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നർത്ഥം. നീ എന്ന് പറയാൻ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ് തു. എങ്ങനെയാ തു എഴുതേണ്ടത്? ആദ്യം താ എഴുതണം. താ എഴുതിയിട്ട് അതിനടിയിലായി ചിഹ്നം താഴോട്ടാണ് ഇടേണ്ടത്. തു എന്ന് എഴുതാൻ, തു എന്ന് എഴുതാൻ ചിഹ്നം താഴോട്ടാണ് വരേണ്ടത്. തു. ഇങ്ങനെ എഴുതിയാലാണ് തു എന്ന് വായിക്കാം. ഒന്നുകൂടെ എഴുതാം. താ തു. ഒന്നുകൂടെ എഴുതാം. താ എന്ന് എഴുതി അടിയിലേക്ക് ചിഹ്നം തു. അപ്പൊ തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ. ഹിന്ദിയിൽ തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ. ഇംഗ്ലീഷിൽ യു എന്നുള്ള വാക്കിന് നമുക്കറിയാം, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥം ഇംഗ്ലീഷിനുണ്ട്. പക്ഷേ ഹിന്ദിയിൽ നീ എന്നുള്ള അർത്ഥത്തിന്, അതായത് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് നീ, നിങ്ങൾ എന്നുള്ള റെസ്പെക്ട് ഫോമിലൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്നുള്ളതിന് ഹിന്ദിയിൽ വേറെ വാക്കാണ്. പക്ഷെ നീ എന്ന് പറയാൻ, നീ എന്ന് മാത്രം ഹിന്ദിയിൽ പറയുന്നത് തു എന്നാണ്. നീ എന്ന് മാത്രമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തു എന്നാണ്. ഓക്കെ. അപ്പോ തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ. അപ്പൊ ഇംഗ്ലീഷിലുള്ള യു എന്ന് ഉള്ള വാക്കിന് തു എന്നും അർത്ഥമുണ്ട് ഹിന്ദിയിൽ. അപ്പൊ നീ എന്ന് പറയാൻ തു എന്നാണ് പറയേണ്ടത്. അപ്പൊ ഹിന്ദിയിൽ തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് അർത്ഥം എന്താ? യഥാർത്ഥ മലയാളം വാക്ക് എന്താ? നീ എന്നാണ് അർത്ഥം. അവിടെ നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ തു എന്ന് പറയുന്നത് നീ എന്ന് മാത്രമാണ്. ഇനി നമുക്ക് നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയാൻ ഹിന്ദിയിൽ വേറെ വാക്കുകളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ അത് പഠിക്കുന്നത് നീ എന്ന് മാത്രം എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. അപ്പൊ നീ എന്ന് മാത്രം പറയാൻ ഹിന്ദിയിൽ തു എന്നാണ് പറയേണ്ടത്. തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നീ. ഇംഗ്ലീഷിൽ യു എന്നുള്ളതിന് തു എന്നും ഹിന്ദിയിൽ അർത്ഥമുണ്ട്. ഓക്കെ. അപ്പൊ നീ എന്ന് മലയാളത്തിലുള്ളതിനെ ഹിന്ദിയിൽ നേരിട്ട് പറയുന്ന വാക്ക് ഏതാണ്? തു. ഹിന്ദിയിൽ തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? നീ എന്ന് മാത്രമാണ് അർത്ഥം. നിങ്ങൾ, താങ്കൾ എന്നൊന്നും തു എന്നുള്ളതിന് അർത്ഥമില്ല. അപ്പൊ തു എന്നുള്ളതിന് ഹിന്ദിയിൽ നേരിട്ട് മലയാളം അർത്ഥം എന്താണ്? നീ. അപ്പൊ നീ എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയുന്ന വാക്കാണ് തു. തു എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു തവണ കൂടെ എഴുതാം. താ എന്ന് എഴുതി അടിയിലേക്ക് ചിഹ്നം, താ എന്ന് എഴുതി അടിയിലേക്ക് ചിഹ്നം, തു. തു എന്നിങ്ങനെയാണ് എഴുതേണ്ടത്.